നമുക്കിന്ന് നമ്മളുടെ ഈ ഒരു ജേണിയിൽ കാർബോഹൈഡ്രേറ്റ്സ് അതിനെക്കുറിച്ച് നമുക്കൊന്ന് അടുത്തറിയാം. പലപ്പോഴും നമ്മളെല്ലാ ആൾക്കാരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ന്യൂട്രിയന്റ് ആണ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടാവും. പല സമയത്തും കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ ഒരു വില്ലന്റെ സ്ഥാനത്ത് കണ്ടിട്ടുണ്ട് അല്ലെ. അതിന് പലപ്പോഴും പല കാരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഇപ്പൊ ഒരുപക്ഷെ നമ്മൾ ഒരു ഹെവി ലഞ്ചിന് ശേഷം നമുക്ക് വളരെയധികം ഒരു ക്ഷീണം അനുഭവപ്പെടാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്തായിരിക്കും ഒരു സജഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുക നോക്കിയാൽ കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കണം അല്ലെ. പല ജീവിത ശൈലി പ്രോബ്ലത്തിൽ നിന്നും നമുക്കൊന്ന് മാറി നിൽക്കാനായിട്ട് പലപ്പോഴും കാർബോഹൈഡ്രേറ്റ്സ് നമ്മളുടെ ഭക്ഷണക്രമത്തിൽ നിന്ന് കുറയ്ക്കുക എന്നൊക്കെ പല ആൾക്കാരും ശ്രമിക്കാറുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പലപ്പോഴും കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കാനായിട്ട് നമ്മൾ ചോറ് കുറയ്ക്കും അല്ലെ. ചോറ് കുറച്ചിട്ട് എന്ത് കഴിക്കും? ചപ്പാത്തി ആക്കും, അല്ലെങ്കിൽ ഓട്സ് ആക്കും. ഇങ്ങനെ പല ആഹാര രീതിയിലേക്ക് നമ്മൾ മാറാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചോറായിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ അരി കൊണ്ടുണ്ടാക്കുന്ന പലഹാരങ്ങളായിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന മറ്റ് ആഹാര സാധനങ്ങളായിക്കോട്ടെ, ഈ പറഞ്ഞ ഓട്സ്, അല്ലെങ്കിൽ നമ്മളുടെ മുമ്പിൽ നമ്മൾ വിളമ്പി വെക്കുന്ന മിക്ക ആഹാരങ്ങളും കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഒരു വില്ലന്റെ സ്ഥാനത്ത് കാണേണ്ട കാര്യമുണ്ടോ? യഥാർത്ഥത്തില് കാർബോഹൈഡ്രേറ്റ്സ് ഒരു എക്സലന്റ് എനർജി സോഴ്സ് ആണ് എന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ടാവും. നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ നല്ല ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിന്റെ ഒരു പ്രോസസ്സ് എന്താണ് എന്ന് നോക്കിയാൽ, നമ്മൾ ഭക്ഷണത്തിലൂടെ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന സമയത്ത് ഭക്ഷണം എന്ത് ചെയ്യും? അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എല്ലാ കോശങ്ങളിലേക്കും എത്തിക്കും. അവിടെയാണ് അതൊരു എനർജി സോഴ്സ് ആയിട്ട് മാറുന്നത്. അമിതമായിട്ട് ഇപ്പൊ ഒരു ദിവസം നമുക്ക് വേണ്ട അളവിലുള്ള കാർബോഹൈഡ്രേറ്റിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആ പ്രോസസ്സ്? അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസത്തെയും നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജം അത് കാർബോഹൈഡ്രേറ്റിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ശരീരം അതിനെ സ്റ്റോർ ചെയ്യും. ഫസ്റ്റ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ശരീരം എങ്ങനെയാണ് നോക്കിയാൽ ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്യും. അത് നമ്മളുടെ മസിൽ പേശികൾ, ലിവർ, ഇവിടങ്ങളിലൊക്കെ ഗ്ലൈക്കോജൻ രൂപത്തിൽ അത് സ്റ്റോർ ചെയ്യപ്പെടും. പിന്നീട് നമ്മുടെ ശരീരത്തിന് ഈ പറഞ്ഞ എനർജി ആവശ്യമായി വരുന്ന സമയത്ത് ഇതേ ഗ്ലൈക്കോജനെ ശരീരം തന്നെ ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്ത് പിന്നീട് അതൊരു എനർജി സോഴ്സ് ആക്കി മാറ്റിയെടുക്കുകയാണ് പതിവ്. ഇനി നമ്മളുടെ ഭക്ഷണത്തില് നമുക്ക് വേണ്ടതിനേക്കാൾ കൂടുതൽ അമിതമായിട്ട് നമ്മൾ എല്ലാ നേരവും 3 നേരവും നമ്മൾ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? പല അവയവങ്ങളിൽ ഇത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും എന്ന് നോക്കിയാൽ ഫാറ്റിന്റെ രൂപത്തിൽ, കൊഴുപ്പ്, അമിതവണ്ണം, ഇതിന്റെയൊക്കെ ഒരു പ്രധാന കാരണമായിട്ട് മാറുന്നത് കാർബോഹൈഡ്രേറ്റിന്റെ അമിതമായിട്ടുള്ള ഉപയോഗമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ നോക്കിയാൽ നമ്മളുടെ ഭക്ഷണത്തിൽ നിന്ന് കാർബോഹൈഡ്രേറ്റിനെ എന്നാൽ അങ്ങ് പൂർണ്ണമായിട്ടും നമുക്ക് കട്ട് ചെയ്തേക്കാം എന്ന് വിചാരിച്ചാലോ? അതിന്റെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്താണെന്നറിയാമോ? നമ്മളുടെ ഭക്ഷണത്തിൽ കറക്റ്റ് ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ഒരു ഊർജ്ജ സോഴ്സ് ആയിട്ട് കാർബോഹൈഡ്രേറ്റിനെ നമ്മൾ പറയുന്നത് പോലെ തന്നെ മറ്റ് 2 സോഴ്സുകളും കൂടെ നോക്കിയാൽ പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട് അല്ലെ, മാക്രോ ന്യൂട്രിയൻസും നമ്മൾ അറിയപ്പെടും. അപ്പൊ കാർബോഹൈഡ്രേറ്റ് വേണ്ട അളവിൽ, വേണ്ട ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ശരീരം പ്രോട്ടീനിൽ നിന്ന് ഈ പറഞ്ഞ എനർജിക്കായിട്ട് പ്രോട്ടീൻ ഉപയോഗിക്കാനായിട്ട് ശരീരം ടെംപ്റ്റഡ് ആവും അല്ലെ. അപ്പൊ സംഭവിക്കുന്നത് എന്താണ്? നമ്മളുടെ മസിൽ പേശികൾ ചുരുങ്ങുന്നതിന് ഇതൊരു കാരണമായി മാറും. അപ്പൊ ഇത് സംഭവിക്കാതിരിക്കാനായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇതേപോലെ തന്നെയാണ് ഫാറ്റ് മെറ്റബോളിസത്തിനും കാർബോഹൈഡ്രേറ്റിന്റെ റോൾ. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെല്ലാം നല്ല ക്വാണ്ടിറ്റിയിൽ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മളൊന്ന് അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് എന്നും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സും നമുക്ക് അടുത്തറിയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സിന്റെ ഗണത്തിൽ നമുക്ക് ഏതിനെയൊക്കെ അറിയാം? അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് നോക്കിയാൽ അത് ഷുഗർ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടാവും. അതിന്റെ കോംപ്ലക്സ് അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ സ്ട്രക്ചർ വളരെയധികം സിമ്പിൾ ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ അത് വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മളുടെ ശരീരത്തിൽ ദഹിക്കുകയും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇൻസുലിൻ സ്പൈക്ക് അല്ലെന്നുണ്ടെങ്കിൽ എനർജി വളരെയധികം ഫാസ്റ്റ് ആയിട്ട് കൂട്ടുന്നതിന് ഇതൊരു പ്രധാന കാരണമായി മാറും. ഇപ്പൊ ഉദാഹരണം നോക്കിയാലും നമ്മൾ മോണോസാക്കറൈഡ്സ്, ഡൈസാക്കറൈഡ്സ് എന്നൊക്കെയുള്ള ഗണത്തിൽ പലതിനെയും ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ടാവും. മോണോസാക്കറൈഡ്സ് എന്താണ് നോക്കിയാൽ സിംഗിൾ ഷുഗർ സ്ട്രക്ചർ ആണെന്ന് പറയാൻ സാധിക്കുന്നുണ്ടാവും. ഡൈസാക്കറൈഡ്സ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനെ 2 ഷുഗർ മോളിക്യൂൾസ് ഉള്ള
ഭക്ഷണങ്ങൾ ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ഡൈസാക്രൈഡ്സ് എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുന്നുണ്ടാവും. മോണോസാക്രൈഡ്സിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ഈ പറഞ്ഞ ഗണത്തിൽ വരും. ഇതേപോലെ തന്നെ ഡൈസാക്രൈഡ്സിന്റെ ഗണത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടേബിൾ ഷുഗർ അല്ലെ, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന പഞ്ചസാര, ഇത് ഡൈസാക്രൈഡ്സ് എന്നുള്ള ഗണത്തിൽ തന്നെ വരുത്താം. പിന്നുള്ളത് വരുന്നതെന്ന് വെച്ചാല് മിൽക്ക് ഷുഗർ ആണ്. നമ്മൾ കുടിക്കുന്ന പാലിനകത്ത് പഞ്ചസാരയുടെ അളവുണ്ട്. അപ്പൊ അതും ഇതേപോലെ ഒരു സിമ്പിൾ ഷുഗർ എന്നുള്ള രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇനി അടുത്തൊരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. ഇതിൽ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണക്രമങ്ങൾ വരാം എന്ന് നോക്കിയാൽ പൊട്ടറ്റോസ്, അതായത് ഉരുളക്കിഴങ്ങ്, അരി, ബ്രെഡ്, ഇങ്ങനെ വരുന്ന ആഹാര സാധനങ്ങളൊക്കെ ഈ പറഞ്ഞ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന ഗണത്തിൽ നമുക്ക് പെടുത്താം. എന്താണ് ഇതിന് സിമ്പിൾ കാർബോഹൈഡ്രേറ്റിനെക്കാട്ടിലുമുള്ള ഗുണം എന്ന് നോക്കിയാൽ ഇതിന്റെ സ്ട്രക്ചർ വളരെയധികം കോംപ്ലക്സ് ആണ്, അല്ലെങ്കിൽ ലോങ് ചെയിൻ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആണ് ഇതിന്റെ സ്ട്രക്ചർ. നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ എനർജി വളരെ ഫാസ്റ്റ് ആയിട്ട് മറ്റതിനെ അപേക്ഷിച്ച്, അതായത് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സിനെ അപേക്ഷിച്ച് എനർജി സ്പൈക്ക് വളരെയധികം സാവധാനമായിരിക്കും. അപ്പൊ അത് ഒരു നല്ല സോഴ്സ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടാവും. ഇതേപോലെ എടുത്ത് കാണേണ്ടതാണ് ഫൈബർ വളരെ ഒരു നല്ല സോഴ്സ് ആണ്. അതൊരു കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്, ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് ഫൈബർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. ഏറ്റവും നല്ലൊരു അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫൈബർ യഥാർത്ഥത്തിൽ ദഹിക്കാനായിട്ടുള്ള എൻസൈമുകൾ നമ്മുടെ ശരീരത്തിന് ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കഴിക്കുന്ന ആഹാരത്തിൽ ഫൈബർ ഉൾപ്പെടുത്തിയാൽ ഒരു ബൾക്ക് ഫീലിംഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയും അമിതമായിട്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു ടെൻഡൻസി കുറയ്ക്കാനായിട്ട് സാധിക്കുകയും ശരീരത്തിന്റെ വളരെയധികം ക്ലെൻസിങ് എന്ന പ്രോസസ്സിന് ഈ പറഞ്ഞ ഫൈബർ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്നു എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ വിശപ്പിനെ കൺട്രോൾ ചെയ്യാനും അല്ലെന്നുണ്ടെങ്കിൽ ഷുഗർ ലെവൽസ് വളരെ ഫാസ്റ്റ് ആയിട്ട് സ്പൈക്ക് ആവാതിരിക്കാനും ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഏതൊക്കെ സോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അല്ലെന്നുണ്ടെങ്കിൽ ഗ്രെയിൻസ്, അതായത് ധാന്യങ്ങൾ, ഇതിനകത്തൊക്കെ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. സിമ്പിൾ കാർബോഹൈഡ്രേറ്റും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റും അതിന്റെ സോഴ്സുകൾ നമ്മൾ ഒന്ന് അടുത്ത് മനസ്സിലാക്കിയാൽ, ഇപ്പൊ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സിന്റെ സോഴ്സുകൾ, നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സുകൾ ഏതൊക്കെയെന്ന് നോക്കിയാൽ നാരുകൾ അടങ്ങിയിട്ടില്ലാത്ത എന്നാൽ മധുരം നല്ല രീതിയിലുള്ള ഫ്രൂട്ട്സുകൾ ഒക്കെ തന്നെ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇനി പാൽ ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം ഈ പറഞ്ഞ പോലെ സിമ്പിൾ ഷുഗർ അല്ലെങ്കിൽ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സിന്റെ ഗണത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. മണ്ണിനടിയിൽ വളരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതായത് ചേന, ചേമ്പ്, കപ്പ, ഇത്തരത്തിലുള്ള അടിയിൽ നമുക്ക് മണ്ണിനടിയിൽ നിന്ന് കിട്ടുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ തന്നെ ഈ ഗണത്തിൽ വരും. അതിനകത്ത് നമുക്ക് ക്യാരറ്റ് അല്ലെന്നുണ്ടെങ്കിൽ മധുരക്കിഴങ്ങ്, ഇത് രണ്ടും ഒഴിച്ചാൽ ബാക്കി മണ്ണിനടിയിൽ വരുന്ന എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ തന്നെ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുക. അടുത്തത് നമ്മൾ നോക്കിയാൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അല്ലെ, അത് എന്റെ സോഴ്സുകൾ, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണക്രമത്തിലേക്ക് നോക്കിയാൽ ധാരാളം സോഴ്സുകൾ ഉണ്ട്. അത് ഇത്തരത്തിലുള്ള സോഴ്സുകൾ നമ്മൾ കൂടുതൽ നമ്മുടെ ഭക്ഷണത്തിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. ഏതൊക്കെ ആഹാരങ്ങൾ ആണ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അതിന്റെ ഒരു ഗണത്തിൽ വരുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തവിടടങ്ങിയ ധാന്യങ്ങൾ അല്ലെ. ഇപ്പൊ നമ്മൾ നോക്കിയാൽ അരി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തവിടില്ലാതെയും കിട്ടും, തവിടോടുകൂടിയും കിട്ടും. നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്, നല്ല തവിടടങ്ങിയ അരി സെലക്ട് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആഹാരത്തിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ മട്ട അരി അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടാവും. അത് കൂടാതെ കുറച്ചും കൂടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്താൽ കിട്ടും, യാതൊരു തരത്തിലും പോളിഷ് ചെയ്യാത്ത അരി ആയിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പൊ ഇത്തരത്തിലൊക്കെ നമ്മുടെ ഭക്ഷണത്തിലേക്ക് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓട്സ് പലപ്പോഴും അതും രണ്ടു തരത്തിൽ കിട്ടും. നിങ്ങൾ നോക്കിയാൽ സ്റ്റീൽ കട്ട് ഓട്സ് അത് വളരെയധികം ഗുണകരമാണ്, കാരണം വെച്ചാൽ അതിനകത്ത് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പം എപ്പോഴും നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ ഭക്ഷണത്തില് നാരുകൾ അടങ്ങിയിട്ടുണ്ടോ, തവിട് അടങ്ങിയിട്ടുള്ള ധാന്യങ്ങളാണോ ഉൾപ്പെടുത്തേണ്ടത് എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ലെഗ്യൂംസ് അതിന്റെ കാറ്റഗറിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബീൻസ് ഉണ്ട്, പയറുണ്ട്, പീനട്സുകളുണ്ട് അല്ലെ, ഗ്രീൻ പീ ഉണ്ട്, അതുപോലെ തന്നെ ചെറുപയർ, വൻപയർ, ഇതൊക്കെ ഈ ഒരു ഗണത്തിൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിന്റെ ഗണത്തിൽ നമുക്ക് കൂട്ടാവുന്നതാണ്. വെജിറ്റബിൾസ് അതും നമുക്ക് പറയാം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സിന്റെ ഗണത്തിൽ വരും. അതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ്,
മധുരക്കിഴങ്ങ്, കോൺ, അതായത് മണ്ണിന് മുകളിൽ വളരുന്ന ഇലക്കറികൾ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇതിന്റെ ഗുണം എന്താണ്? കാലറി വളരെ കുറവായിരിക്കും. കാലറി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാം. കാലറി കുറവായിരിക്കും. കൂടാതെ ഈ പറഞ്ഞ പോലെ ഷുഗർ ലെവൽസിനെ സ്പൈക്ക് ചെയ്യുന്നത് വളരെ വളരെ കുറച്ചായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ വളരെ ലോ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഫ്രൂട്ട്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ, ബെറീസ്, ബനാന ഇതൊക്കെ ഈ പറഞ്ഞ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിന്റെ ഗണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നുണ്ടാവും. മില്ലറ്റ്സ് നല്ലൊരു സോഴ്സ് ആണ്. നിങ്ങൾ ഒരാഴ്ചയിൽ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് 2-3 ദിവസമെങ്കിലും പല തവണകളിലായിട്ട് മില്ലറ്റ്സ് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അപ്പൊ ഈ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിന്റെ ഗണം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതുകൊണ്ട് അമിതമായിട്ട് പഴയതുപോലെ തന്നെ കഴിക്കാം എന്നുള്ളതല്ല പറഞ്ഞത്. നമ്മൾ എടുക്കുന്ന ഫുഡ് പ്ലേറ്റിനകത്ത് മാക്സിമം കാർബോഹൈഡ്രേറ്റ്സ് വരേണ്ടത് 25% ആണ്. അതിനകത്ത് ക്വാളിറ്റി എങ്ങനെ ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. ക്വാളിറ്റി നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള തവിടടങ്ങിയ, നാരുകൾ അടങ്ങിയ ഇതിലേക്ക് നമ്മൾ മാറുന്നതിലൂടെ നല്ല ക്വാളിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മില്ലറ്റ്സിന്റെ ഗണത്തിൽ ഏതൊക്കെ വരുന്നുണ്ടാവും? റാഗി, തിന, ചാമ, ഇങ്ങനെ വരുന്ന ഒരുപാട് സോഴ്സുകൾ നമ്മുടെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അല്ലെ? അപ്പൊ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റും ഏതാണ് മികച്ചത് എന്ന് നമ്മൾ ഒന്ന് അടുത്ത് നോക്കിയാൽ, സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് നമ്മളുടെ ഭക്ഷണത്തിൽ വളരെയധികം ഫാസ്റ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുകയും നമ്മളുടെ ശരീരത്തിൽ അത് അബ്സോർബ് ചെയ്യുന്നത് വളരെ ഫാസ്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പെട്ടെന്നൊരു എനർജി റഷ് ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു കാര്യം. 2, വളരെ ഫാസ്റ്റ് ആയിട്ട് ഇത് ദഹിക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും വിശക്കുന്നതിന് ഇതൊരു കാരണമായി തീരും. അമിത വണ്ണത്തിലേക്ക് ഇത് നയിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇൻസുലിൻ സ്പൈക്ക് വളരെയധികം ഫാസ്റ്റ് ആയിട്ട് കൂട്ടുന്നതിലൂടെ പലതരത്തിലുള്ള ജീവിതശൈലി പ്രശ്നങ്ങളിലേക്ക് ഇത് നയിക്കാനുള്ള കാരണമായി മാറും. അപ്പോൾ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് കൺട്രോൾ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ വളരെയധികം കുറയ്ക്കുക എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇനി കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്? അത് സ്ലോ ആയിട്ടായിരിക്കും ഡൈജസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ അത് അബ്സോർബ് ചെയ്യുന്നത് ഗ്രാജുവലി ആയിരിക്കും. വളരെ ഒരു സ്റ്റഡി അബ്സോർപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഇൻസുലിൻ സ്പൈക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസിനെ പെട്ടെന്ന് റിലീസ് ചെയ്യുന്ന അത് വളരെ ഗ്രാജുവൽ ആയതുകൊണ്ട് തന്നെ അതൊരു നല്ല സോഴ്സ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. സോഴ്സുകൾ നമ്മൾ നേരത്തെ പറഞ്ഞാണ്, അല്ലെ? കൂടുതലും ഈ പറഞ്ഞ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിന്റെ ഗണത്തിൽ നോക്കിയാൽ ധാരാളം വൈറ്റമിൻ, ന്യൂട്രിയൻസ് റിച്ച് ആണ് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആഹാരത്തിന്റെ കാലറി അത് എന്താണ് എന്നുള്ളതും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമായിട്ട് എടുത്തു പറയാം. എന്താണ് കാലറീസ് നോക്കിയാൽ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഊർജം നമ്മുടെ ശരീരത്തിന് കിട്ടും. അപ്പം ഊർജത്തിന്റെ ഒരു അളവ് പോലാണ് കാലറി എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ശരീരത്തിന് പലതരത്തിലുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന സമയത്ത് ഊർജം നമുക്ക് ആവശ്യമാണ്, അല്ലെ? അതിനെ കൗണ്ട് ചെയ്യാനായിട്ട് കാലറി എന്നുള്ള രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഇരിക്കുമ്പോൾ, നടക്കുമ്പോൾ, എക്സസൈസ് ചെയ്യുമ്പോൾ, ശ്വാസം എടുക്കുന്ന സമയത്ത്, ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്ന സമയത്ത് എല്ലാം ഈ പറഞ്ഞ ഊർജം നമുക്ക് ആവശ്യമാണ്. അപ്പൊ കാലറി അതിനെ ബേസ് ചെയ്ത് നമുക്ക് കൗണ്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ കഴിക്കുന്ന ഓരോ ന്യൂട്രിയൻസ്, അല്ലെന്നുണ്ടെങ്കിൽ മാക്രോ ന്യൂട്രിയൻസ് എടുത്തു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ് ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് 1 ഗ്രാമിൽ എത്ര കാലറി അടങ്ങുന്നു എന്നുള്ളതിന് ചാർട്ട് അവൈലബിൾ ആണ്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ കാലറിയെ കൺട്രോൾ ചെയ്യാനും അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനും സാധിക്കും. ഇപ്പൊ ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ് 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിനകത്ത് 4 കാലറി അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീൻ എടുത്താലും 1 ഗ്രാം പ്രോട്ടീൻ നമ്മൾ ഭക്ഷണത്തിലൂടെ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കാലറി നോക്കിയാൽ ഏതാണ്ട് 4 കാലറി വരുന്നുണ്ടാവും. ഫാറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 ഗ്രാം ഫാറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 9 കാലറീസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ന്യൂട്രിയന്റിന്റെ ഗണത്തിൽ വരുന്നതല്ലെങ്കിൽ കൂടെ ആൽക്കഹോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. 1 ഗ്രാം ആൽക്കഹോൾ നമ്മൾ കൺസ്യൂം ചെയ്താൽ ഏതാണ്ട് 7 കാലറി 1 ഗ്രാമിനകത്താണ് ഞാൻ പറയുന്നത്. അപ്പൊ എത്രത്തോളം ഡേഞ്ചറസ് ആണ് ഈ പറയുന്ന ആൽക്കഹോൾ റെഗുലർ ആയിട്ട് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരിൽ വരുത്തുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി ഡെയിലി റിക്വയർമെന്റ് കാലറിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓരോ വ്യക്തികളെ ആശ്രയിച്ച് പലതരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓരോ വ്യക്തികളുടെ പ്രായം, അവരുടെ ജെൻഡർ, ഓരോ വ്യക്തികളുടെ ഹൈറ്റ്, വെയിറ്റ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇതിനെയൊക്കെ ബേസ് ചെയ്ത് കാലറി റിക്വയർമെന്റ് പലതരത്തിൽ വ്യത്യാസപ്പെടും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഉദാഹരണത്തിന് ലേഡീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഏതാണ്ട് അവർക്ക് 1800 മുതൽ 2400 കിലോ കാലറി വരെ ഒരു ദിവസം ഊർജം ആഹാരത്തിലൂടെ ആവശ്യമാണ്. അഡൽസ് ആണുങ്ങളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 2200 മുതൽ ഏതാണ്ട് 3000 വരെ, നല്ല രീതിയിൽ അധ്വാനിക്കുന്ന ആൾക്കാരാണെങ്കിൽ 3000 കാലറി വരെ ഒരു ആണുങ്ങൾക്ക് ആവശ്യം വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ബാലൻസ് നമ്മൾ മനസ്സിലാക്കിയാൽ ഉറപ്പായിട്ട് നമുക്ക് പല ജീവിത ശൈലി പ്രശ്നങ്ങളെയും നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കുന്നുണ്ടാവും. അപ്പൊ കാലറിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഹാരത്തിലൂടെ ഉള്ളിലേക്ക് നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന കാലറി, നമ്മൾ എക്സസൈസിലൂടെയും പല ആക്ടിവിറ്റീസിലൂടെയും നമ്മുടെ ശരീരം ദഹിപ്പിക്കുന്ന ഊർജം, ഇതിന് രണ്ടിന്റെയും ബാലൻസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് കൺട്രോൾഡ് ആയിരിക്കും. പലതരത്തിലുള്ള ജീവിതശൈലി പ്രശ്നങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇനി നിങ്ങൾ ആഹാരത്തിലൂടെ, ഭക്ഷണത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുന്ന കാലറി വളരെയധികം കൂടി നിൽക്കുകയും നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന കാലറി വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അമിതവണ്ണത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നേരെ തിരിച്ച് നിങ്ങൾ കഴിക്കുന്ന കാലറി വളരെയധികം കുറവും വളരെയധികം ഊർജ്ജം നിങ്ങൾ പുറത്തേക്ക് വിടുന്ന ഒരു വ്യക്തിയാണ്, വളരെയധികം ആക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അണ്ടർ വെയിറ്റ് ലോസിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ കാലറിയെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൺട്രോൾ എടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ഓക്കെ, ഇതേപോലെ തന്നെ ഭക്ഷണത്തിൽ പോഷക സമൃദ്ധമാക്കുന്നതിലൂടെയും നമുക്ക് വലിയൊരു നേട്ടം നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അതായത് ന്യൂട്രിയൻ ഡെൻസ് ഫുഡ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ അത്തരത്തിലുള്ള ഭക്ഷണം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് കാലറി കുറവായിരിക്കും, എന്നാൽ പോഷകങ്ങൾ വളരെയധികം കൂടുതലാണ്. ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സുകള്, വെജിറ്റബിൾസുകള്, ലീൻ പ്രോട്ടീൻ, അതുപോലെ തന്നെ തവിടടങ്ങിയ ധാന്യങ്ങള്, ഇതൊക്കെ ഈ ഒരു ഗണത്തിൽ വരുന്നുണ്ടാവും. അപ്പം ഇതിനെ കൂടുതൽ മനസ്സിലാക്കുക, കറക്റ്റ് ആയിട്ട് പ്രയോജനപ്പെടുത്തുക. ഇനി കാലറി ഡെൻസ് ഫുഡും ന്യൂട്രിയൻ ഡെൻസ് ഫുഡും തമ്മിലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ ദോഷം എന്താണ്, ഗുണം എന്താണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കാലറി കൂടുതൽ അടങ്ങുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് അറിയാം കാലറി വളരെയധികം കൂടുതലായതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പല പ്രോബ്ലംസ്, പ്രത്യേകിച്ച് അമിതവണ്ണം, പല ജീവിതശൈലി പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇത്തരത്തിലുള്ള ഭക്ഷണം എടുത്ത് നോക്കുകയാണെങ്കിൽ പോഷകങ്ങൾ അതിനകത്ത് കുറവായിരിക്കും. കാലറി കൂടിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്ന സമയത്ത് പലപ്പോഴും എനർജി ലെവൽ സ്പൈക്ക് വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ, സോഴ്സുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫാറ്റ് അടങ്ങിയ ധാരാളം സോഴ്സുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇപ്പം ഡെസേർട്സ്, പ്രോസസ്ഡ് ഫുഡ് എന്താണ്, നമ്മൾ കവർ പൊട്ടിച്ച് നേരിട്ട് കഴിക്കുന്ന എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും നിങ്ങൾ കൺട്രോൾ ചെയ്യുക, കഴിവതും അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ഫാസ്റ്റ് ഫുഡ്, ഇങ്ങനത്തെ നമ്മൾ പുറത്തു പോയി കഴിക്കുക, ഇതൊക്കെ ഈ പറഞ്ഞ വളരെയധികം കാലറി ഡെൻസ്ഡ് ആഹാരത്തിന്റെ ഗണത്തിൽ വരും. ഇനി ഇതേപോലെ തന്നെ ന്യൂട്രിയൻ ഡെൻസ് ഫുഡ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാലറി കുറവായിരിക്കും, പോഷകങ്ങൾ വളരെ നല്ല രീതിയിൽ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു സസ്റ്റൈൻഡ് എനർജി, വളരെ ഗ്രാജുവൽ ഷുഗർ സ്പൈക്കേ ഉണ്ടാവുന്നുള്ളൂ, എനർജി റിലീസ് വളരെ ഗ്രാജുവൽ ആയിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ വളരെയധികം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. തവിട് കളയാത്ത ധാന്യങ്ങള്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ഇതിനകത്ത് വരും. അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ, ഒരു പ്ലേറ്റിനകത്ത് കുറെ ഫ്രൂട്ട്സുകൾ വെച്ചിരിക്കുന്നു, അതിന്റെ കാലറി നോക്കിയപ്പോൾ 150 ഗ്രാം കാലറി അതിനകത്തുണ്ട്. ഓക്കെ, മറ്റൊരു പ്ലേറ്റിൽ ഇരിക്കുന്നത് കുറെ ചോക്ലേറ്റ്സ് ആണ്, അതും 150 ഗ്രാം ഉണ്ട്. അപ്പൊ നമ്മൾ നമുക്ക് ഒരു ദിവസം വേണ്ട കാലറി ഇത് രണ്ട് കഴിച്ചാലും കിട്ടും. പക്ഷെ ഏതാണ് ഏറ്റവും നല്ലത്, ഗുണകരമായിട്ടുള്ള ഒരു ആഹാര രീതി എന്ന് നോക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സ് ഇരിക്കുന്ന ആ ഒരു പ്ലേറ്റ് ആയിരിക്കും. കാരണം എന്താണ്, നമുക്ക് 150 കാലറി രണ്ട് പ്ലേറ്റിൽ നിന്നും കിട്ടിയെങ്കിൽ കൂടെ ഫ്രൂട്ട്സ് ഇരിക്കുന്ന കാലറി, അല്ലെങ്കിൽ ആ ഒരു പ്ലേറ്റ് കഴിച്ചപ്പോൾ കാലറിക്കൊപ്പം ധാരാളം ന്യൂട്രിയൻസ് നമുക്ക് കിട്ടി. എന്നാൽ മറു സൈഡില് ഈ പറഞ്ഞ പോലെ ചോക്ലേറ്റ്സിലൂടെ കാലറി കിട്ടി, പക്ഷെ അതിനകത്ത് ഈ പറഞ്ഞ ന്യൂട്രിയൻ വാല്യൂ നോക്കിയാൽ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഭക്ഷണക്രമത്തിലേക്ക് നിങ്ങൾ പലപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഭക്ഷണം അല്ലെങ്കിൽ പ്ലേറ്റിൽ വിളമ്പുന്ന സമയത്ത് ഇത് ശ്രദ്ധയോടെ മനസ്സിലാക്കിയാണ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ഹെൽത്തി പ്ലേറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടാവും. അപ്പൊ പ്രധാനമായും പറഞ്ഞു വരുന്നത്, ഷുഗേഴ്സ് നിങ്ങൾ കട്ട് ചെയ്യുക, മനുഷ്യൻ നിർമ്മിച്ച മധുരം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കട്ട് ചെയ്യുകയും പ്രകൃതി തരുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊള്ളുക, കുഴപ്പമില്ല. ഓക്കെ, പ്ലസ് നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ എന്തെങ്കിലും ഫിസിക്കൽ കണ്ടീഷൻ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡയറ്റീഷ്യനുമായിട്ടും ഡോക്ടറുമായിട്ടും കൺസൾട്ട് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇനി ഷുഗർ അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ കണ്ടിരിക്കുന്നത്, ഇപ്പൊ നമ്മൾ ടീ, കോഫിയിലൊക്കെ പഞ്ചസാര കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, പലപ്പോഴും ചില ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മധുരമില്ലാത്ത ചായയും
അടുത്ത കയ്യിൽ എന്തുണ്ടാവും, 2 ബിസ്ക്കറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രെഡ് ഉണ്ടാവും, ബൺ ഉണ്ടാവും, ഒക്കെ ആയിരിക്കും നമ്മളുടെ ചില പല ആൾക്കാരുടെയും ആഹാര ശീലം അല്ലെ. അപ്പൊ അതിലുള്ള ഏറ്റവും വലിയൊരു ചലഞ്ച് എന്താണ്, നമ്മൾ പഞ്ചസാര എന്നുള്ള രൂപത്തിൽ നമ്മൾ ആഹാരത്തിൽ നിന്ന് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും യഥാർത്ഥത്തിൽ ഞാൻ ഷുഗർ കഴിക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിലൂടെ ഒരു ബിസ്ക്കറ്റ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 1.5 മുതൽ 2 ടീസ്പൂൺ ഷുഗർ നമ്മളുടെ വയറ്റിലേക്ക് നമ്മൾ കടത്തിവിടുന്നുണ്ട്. ഇത് മനസ്സിലാക്കുമ്പോഴാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധ ആഹാരത്തിൽ എങ്ങനെ കൊണ്ടുവരണം എന്ന് മനസ്സിലാക്കുന്നത്. നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കുന്ന മിക്ക മിനറൽ വാട്ടർ പോലും ഈ പറഞ്ഞ ഷുഗർ കണ്ടന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ടേസ്റ്റിന് വേണ്ടിയിട്ടും കൂടുതൽ വിറ്റഴിയാൻ വേണ്ടിയിട്ടും മിക്ക ആഹാര സാധനങ്ങൾ എടുത്താലും പഞ്ചസാര ഹിഡൻ ആയിട്ട് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ നമ്മുടെ ആഹാരക്രമം നമ്മളൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പലപ്പോഴും യാത്രാ സമയത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ് നമ്മൾ കഴിക്കുന്നതിന് പകരം വെജിറ്റബിൾസ് ജ്യൂസ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു നല്ല ചോയ്സ് ആണ് എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ട് ഫ്രൂട്ട് ജ്യൂസ് മോശമായതുകൊണ്ടല്ല, ഫ്രൂട്ട് അതിന്റെ ആ ഒരു ഘടനയിൽ അതിന്റെ സ്ട്രക്ചർ അതേ രീതിയിലാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ കൂടുതൽ ഗുണമാണ്. ഓക്കെ, അതേസമയം നമ്മളത് ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഫ്രൂട്ട്സിലുള്ള ഫൈബറിന്റെ സ്ട്രക്ചറിനെ അത് നമ്മൾ നശിപ്പിക്കുകയും അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഗുണം കിട്ടാതെ വരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ 2 ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുകയാണ്. ഫ്രൂട്ട് ജ്യൂസ് ആണോ വെജിറ്റബിൾ ജ്യൂസ് ആണോ നല്ലതെന്ന് നോക്കുകയാണെങ്കിൽ അപ്പൊ വെജിറ്റബിൾ ജ്യൂസ് കൂടുതൽ മികച്ചതാണ് എന്ന് പറയാം. ഓക്കെ, വൈറ്റ് ബ്രെഡിന് ഇപ്പൊ ബ്രെഡ് വാങ്ങണം. വൈറ്റ് ബ്രെഡ് ഉണ്ട്, അതേപോലെ തന്നെ ഹോൾ വൈറ്റ് ബ്രെഡ് ഉണ്ട്. ഏതായിരിക്കും നല്ലത്? രണ്ടാമത് പറഞ്ഞതായിരിക്കും. അരി സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും? തവിട് ഉള്ള ടൈപ്പ് ഉണ്ട്, തവിടില്ലാത്തതുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? തവിട് അടങ്ങിയ അല്ലെങ്കിൽ യാതൊരു തരത്തിലും തവിട് നീക്കം ചെയ്യാത്ത അരി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഓപ്റ്റ് ചെയ്യാം. ഐസ്ക്രീം അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ആഹാരം കഴിക്കുന്നതിന് പകരം യോഗട്ട് ഇങ്ങനത്തെ ആഹാരത്തിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം. സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ കഴിക്കുന്നതിന് പകരം ലൈം ജ്യൂസ് അങ്ങനെ ഓപ്റ്റ് ചെയ്യാം അല്ലെ. അതിനകത്ത് പഞ്ചസാര കലക്കണ്ടെന്ന് മാത്രം, പഞ്ചസാരയ്ക്ക് പകരം മറ്റെന്തെങ്കിലും ലൈറ്റ് ആയിട്ട് ഉപ്പോ അങ്ങനെ വല്ല ആഡ് ചെയ്ത് നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാം. ഫ്രൂട്ട് ജ്യൂസിന് പകരം ഹോൾ ഫ്രൂട്ട് ആയിട്ട് കഴിക്കുന്നത് ഏറ്റവും നല്ലത്. അതായത് നേരിട്ട്, അതായത് ജ്യൂസ് അടിക്കാതെ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് നേരിട്ട് ഭക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ഓക്കെ, ഫ്രൈഡ് ഐറ്റംസ് ഇപ്പൊ ചിക്കൻ, ഫിഷ് ഇതൊക്കെ ഫ്രൈ ചെയ്യുന്നതിന് നല്ലത് ഗ്രില്ല് ചെയ്യാം, ബോയിൽ ചെയ്യാം, റോസ്റ്റ് ചെയ്യാം. ഇത്തരത്തിലുള്ള രീതിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് കൂടുതൽ ഉത്തമം. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നമ്മളുടെ ഫുഡ് പ്ലേറ്റ് ഒന്ന് ക്രമീകരിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മളുടെ ഭക്ഷണത്തിനകത്ത് നല്ല ക്വാളിറ്റി നമുക്ക് ആഡ് ചെയ്യുന്നതിലൂടെ നല്ലൊരു ജീവിത രീതിയിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. അത് പോസിബിൾ ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. നമുക്ക് അടുത്തത് ഇനി എക്സസൈസ് പ്രോഗ്രാമിലേക്ക് പോകാം. ഓവർ ടു എക്സസൈസ്.